ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്തെല്ലാം മനസ്സിലോടി വരും? ഒരുപാടുണ്ട്. പലതും കൊളോണിയൽ കാലത്തെ നല്ല ബിംബങ്ങൾ, നല്ല തൊങ്ങലുകൾ ഇന്നും അവശേഷിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ഫോർട്ട് കൊച്ചി. ഓർക്കാനും ചേർത്ത് വയ്ക്കാനും ഒരുപാട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഫോർട്ട് കൊച്ചി. രാജ്യത്തെ തന്നെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാകുന്നു. ഇപ്പോഴും രാജ്യാന്തര തലത്തിലും ഫോർട്ട് കൊച്ചിക്ക് വലിയ പേരുണ്ട്, വലിയൊരിടമുണ്ട്. ടൂറിസം രംഗത്തും വലിയ രീതിയിലുള്ള പുരോഗതി നേടുമ്പോഴും എന്താണ് ഫോർട്ട് കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റോഡ് തന്നെയാണ്. രാജ്യത്തെ തന്നെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കൈപിടിക്കുന്ന റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമ്മളുള്ളത് ഫോർട്ട് കൊച്ചിയിലെ കൽവത്തി ഭാഗത്തുള്ള റോഡാണ്, കൽവത്തി റോഡാണ്. ഏതാണ്ട് 4 വർഷത്തോളമായി ഈ റോഡിൻ്റെ പണി ഇങ്ങനെ തന്നെ കിടക്കുന്നു. ആരുണ്ട് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന് തിരിച്ചു പറയേണ്ട ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. കൽവത്തി റോഡിൻ്റെ ഏതാണ്ട് 500 മീറ്ററിലധികം വരുന്ന ഭാഗമാണ് ഈ രീതിയിൽ തകർന്നു കിടക്കുന്നത്. അത് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് എന്ന അവരെ ആ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇത് ഈ രീതിയിൽ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഏതാണ്ട് 3 വർഷത്തോളമായി ഈ രീതിയിൽ തന്നെ കിടക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ആ ചുങ്കം പാലം, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ചുങ്കം പാലം, അവിടെ മുതൽ ഇവിടേക്ക് താഴേക്ക് വരുമ്പോഴാണ് ഈ ചുങ്കം പാലം തന്നെയും പലതവണ പൊളിച്ചു പണിതു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഈ പരിസരത്തുള്ള വീടുകൾ, കടകൾ, ഇവിടെ ചുറ്റുപാടുമുള്ളവർ, ഇവരുടെ അവസ്ഥയാണ് ഏറ്റവും മോശമായിട്ട് തുടരുന്നത്. നാളുകളായി ഈ പൊടിയിൽ, ഈ ബുദ്ധിമുട്ടിൽ ഇവരെല്ലാം തന്നെ തിരികെയാണ്. ഈ വീടിൻ്റെ എല്ലാം തന്നെ സൈഡ് നോക്കിയാൽ അറിയാം, ഇത് ഈ റോഡ് പണി മൂലം തന്നെ അത്രയ്ക്ക് കട്ടിക്ക് പൊടിയടിഞ്ഞ് കിടക്കുകയാണ്. സ്വാഭാവികമായും തന്നെ വലിയ രീതിയിൽ അസുഖങ്ങൾ കുട്ടികൾക്കെല്ലാം തന്നെ വരാനുള്ളൊരു സാധ്യത എല്ലാം ഉണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഇതെല്ലാം സഹിച്ച് ഇവിടെ തുടരുന്നു. നമുക്കൊപ്പം ഈ പ്രദേശത്ത് അമ്മമാർ കൂടി ചേരുന്നു. എത്ര കാലമായത്? ഇപ്പം 6 കൊല്ലത്തോളം ഇപ്പം ഇങ്ങനെ 2.5 കൊല്ലത്തോളം ഇപ്പം ഇങ്ങനെ കിടക്കണത്. എൻ്റെ വീടൊക്കെ ഇടിഞ്ഞ് കിടക്കണേ, എൻ്റെ ബാത്റൂമിൽ കംപ്ലീറ്റ് പോയി കിടക്കണേ, ടൈലൊക്കെ താഴത്തേക്ക് ഇടിഞ്ഞൊളിഞ്ഞ് കിടക്കണേ. അവിടങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇത് കിടക്കുക. അപ്പം അതെല്ലാം പോയി കിടക്കണം. വീടിനൊക്കെ പിന്നെ വീണ് കിടക്കണേന്ന്. ഇതൊക്കെ നമ്മളിവിടുത്തെ കൗൺസിലറിൻ്റെ ആൾക്കാരോട് പറഞ്ഞതാണ്. അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ റോഡ് ഇങ്ങനെ പൊടിയുണ്ട്. നമുക്കൊക്കെ ശ്വാസം മുട്ടുക നിൽക്കണം. ഇപ്പം എന്ന് വെച്ചാൽ ഈ പൊടിയാണ്, ഒന്ന് വർത്താനം പറയാൻ കൂടെ പറ്റില്ല. അപ്പോൾ ചുമയും ശ്വാസം മുട്ടാണ്. എത്ര പ്രാവശ്യം രാത്രി ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നറിയാം നമ്മളെ. എന്താണെന്ന് വെച്ചാൽ ഇതാണ് കിടക്കണത്. ഇതിലേക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഇതുവരെ. ഇത് പൊളിച്ചിടാൻ സമയം നല്ല ഉത്സാഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ പാർട്ടിക്കാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ഒരാൾ ഇതുവരെ അന്വേഷിച്ചു വന്നിട്ടില്ല. ഞങ്ങൾ കുടിവെള്ളം കിട്ടിയിട്ട് എത്ര നാളായിന്നറിയോ? ഇപ്പം ഇത് പാലം പൊളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് കുടിവെള്ളം എടുത്തുണ്ടെന്ന് പെരുമാറുന്നത് തന്നെ. കുടിവെള്ളം അത് ഒന്നും ശരിയാക്കിയിട്ടില്ല. നമ്മൾ എത്ര നാളായിന്നറിയോ ഓരോ സ്ഥലത്ത് നിന്ന് ഈ കുടിവെള്ളം കൊണ്ടുവന്നിട്ട് എടുക്കണത്. നമുക്ക് കുടിവെള്ളം പന്നിയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട്. പിന്നെ ഈ പൊടി, ഈ പാലൊന്നും ശരിക്കും നന്നാക്കി അത് മാത്രം ഒരു ഇത്തിരിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. എത്ര ജനങ്ങൾ താമസിക്കണം ഇവിടെ. ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഉള്ളല്ലേ ശ്വാസം മുട്ട്. പിന്നെ ശ്വാസം മുട്ടപ്പോൾ ഒരു കുട്ടികൾക്ക്, ഒരു ശ്വാസം മുട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ കണ്ട ശ്വാസം മുട്ടാണ്. വർത്താനം പറയുമ്പോൾ തന്നെ ചുമയാണ് തന്നെ. അത് അങ്ങനത്തെ അവസ്ഥ. ഈ പൊടിയാണ് കംപ്ലീറ്റ്. തുമ്പലും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇവർ കാണണില്ലേ? ഇത്രയും ആൾക്കാർ മുഖ്യമന്ത്രിയായിട്ട്, പ്രധാനമന്ത്രിയായിട്ട്, ആരായിട്ട്, അവരുടെ കൗൺസിലറായിട്ട് കാണുന്നില്ല ഇങ്ങനെയൊക്കെ. അവരെ റോഡ് അവർ ശരിയാക്കി വെക്കുമല്ലോ. അതേപോലെ ജനങ്ങൾക്ക് അവരിവിടുന്ന് വോട്ട് വാങ്ങിച്ച് ജയിച്ച ആൾക്കാരില്ലേ. അപ്പം അതേപോലെ അവർ ചെയ്യണ്ടേ? അവരൊന്നും ചെയ്യണില്ല. ഒരുപാടായി. കാരണം എനിക്ക് കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതാണ്. അവർക്കൊക്കെ എപ്പോഴും ബുദ്ധിമുട്ടാണ്. എപ്പോഴും അസുഖങ്ങളും. ഇതിന് ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഡോക്ടേഴ്സ് പോലും പറയണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അത്രയും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം പൊടി ശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കാമെന്നുള്ളത്. എത്രയോ നാളുകളായി. ഇപ്പം ഒന്ന് ഇടയ്ക്കൊന്ന് വന്ന് വെള്ളം നനച്ചിട്ടിട്ട് പോകും. അത് ഈ വെയിലിൻ്റെ കാഠിന്യത്തിൽ കൂടി വന്ന് 5 മിനിറ്റ്. അതിനപ്പുറം അതിൻ്റെ ഇരട്ടി പൊടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരു ശ്വാസത പരിഹാരമല്ല. ഞങ്ങൾക്ക് ഇതെന്തായാലും റോഡ് എത്രയും പെട്ടെന്ന് പണിത് കിട്ടണം. ഈ മെല്ലെ പോക്ക് നയം കൊണ്ട് ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ അത്രയും, ഇത് ജനിച്ചിട്ട് ശ്വാസം മുട്ടില്ലാത്ത കുട്ടികൾ വരെ ഒരു 6-7 മാസമായിട്ട് ശ്വാസം മുട്ടുകൊണ്ട് വലയണയാണ്. ഈ ചൂട് കൂടിയുണ്ട് ഒന്നും കൂടി ചുമയും ജലദോഷം മാറി ഒരു ദിവസം പോലും കുട്ടികൾക്കില്ല. എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മരുന്ന് കൊടുക്കും. ഇതിനെന്തായാലും ഞങ്ങൾക്കൊരു പരിഹാരം കാണണം. വേറെ വരും.
എന്തായാലും അവരുടെ ഒരു അവസ്ഥയാണ് വിശദീകരിച്ചത് രണ്ടുപേരും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇതേപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടരുന്നു. 2.5 വർഷത്തിലധികമായി ഇത് റോഡ് ഈ രീതിയിൽ തന്നെ തുടരുന്നു. വേനൽ അതിൻ്റെ ഒരു മൂർധന്യതയിലേക്കെല്ലാം തന്നെ കടന്നു പോവുകയാണ്. വലിയ ചൂട് ഇതിലേക്കെല്ലാം തന്നെ സംസ്ഥാനം മാറുന്നു. അപ്പോൾ ഇങ്ങനെ ചില ദുരന്ത ചിത്രങ്ങൾ കൂടിയുണ്ട്. കാരണം വലിയ രീതിയിൽ പൊടിപടലങ്ങളിൽ അകത്ത് കഴിയപ്പെടേണ്ടവർ അവരെല്ലാം തന്നെ ഈ രീതിയിൽ കടുത്ത ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൽവത്തി റോഡ് നമുക്കറിയാം ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമെല്ലാമാണ്. നിരവധി വേറെ കഫേ അങ്ങനത്തെ സംഭവങ്ങളുമായിട്ടെല്ലാം തന്നെ ഉപജീവനമാർഗം തേടുന്നു. പക്ഷെ ഇവരെല്ലാം ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു, കച്ചവടത്തെ എല്ലാം തന്നെ ബാധിക്കുന്നു. നമുക്കൊപ്പം ഇവിടെ ലോസ് ഏഞ്ചൽസ് കഫേ അതിൻ്റെ നടത്തിപ്പുകാരടക്കം ചേരുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എങ്ങനെയാണ്? 2.5 കൊല്ലമായിട്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഈ വഴിയിൽ ആരും തന്നെ ടൂറിസ്റ്റിൻ്റെ വളരെയധികം കുറഞ്ഞു. കാരണം പൊടി കൊണ്ട് ഡസ്റ്റ് 3 നേരവും ഇവരിപ്പം വർക്ക് നടക്കുന്നതിൽ നമുക്കതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് ചിലപ്പം ഈ കൗൺസിലർ ആരാന്നതിൻ്റെ ഭാരവാഹികൾ ഇതിനെ സംബന്ധിക്കുന്നവർ ഇവിടെ 3 നേരമോ 4 നേരമോ ഒന്നും വെള്ളം അടിക്കാനുള്ള വെള്ളം തളിച്ച് വണ്ടിക്ക് കൊണ്ടുവന്ന് തളിക്കും. താൽക്കാലികം ഒരു പരിഹാരം. കാരണം ഡസ്റ്റ് വന്നിട്ട് മുകളിൽ കയറിയാലും അറിയാം നമ്മൾ മാക്സിമം 3-4 നേരം തുടച്ച് ക്ലീൻ ചെയ്യാതാലും തുടച്ച് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോ വണ്ടികൾ പോകുമ്പോഴും ഇങ്ങനെ പൊടി പറന്ന് കയറുവാണ്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്നാൽ ഈ ബോട്ട് കയറാൻ പോകുന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ കോൾഡ് പിടിച്ചിട്ട് എല്ലാവരും ചീറ്റിയും തുമ്മയും ഇപ്പോൾ ഇന്ന് തന്നെ ഷെഫൊക്കെ ലീവാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇത് കളക്ടർക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഇത് കൊടുത്തായിരുന്നു, അപേക്ഷ കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. ആ 2 ദിവസം ഒന്നും വെള്ളം തളിച്ചതല്ലാതെ 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഒരു നനമുണ്ടെങ്കിലും ഓക്കെയാണ്. ഇത് നമുക്ക് സപ്പോർട്ട് വേണ്ടേ എല്ലാം. ഇപ്പോൾ ഓട്ടോക്കാരാണെങ്കിലും ഇവിടെ നമുക്കതൊരു എല്ലാം കൊണ്ട് അവർക്ക് ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിടും. നമ്മൾ പറയും മാക്സിമം നമ്മൾ നീക്കിയിടാൻ പറയും. ഇവർക്ക് ഇടാനും സ്ഥലമില്ല, എല്ലായിടത്തും കുഴിച്ചിട്ടേക്കുന്നതുകൊണ്ട് അവർ മാക്സിമം നീക്കിയിടും. എന്നാലും ഇടാൻ സ്ഥലമില്ല. പിന്നെ ഡസ്റ്റ് ഇതെല്ലാം കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട്. ഇവിടെ അത് രാവിലെ കഴിവും ഉച്ചക്ക് കഴിയും. പിന്നെ പൊടിയാണ് കൂടുതൽ. ഇപ്പൊ ജലദോഷം ഇതും പൊടി അവര് വൃത്തിയായി ഇതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ അവര് ഇടക്ക് അവര് നോക്കിയിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത് പൊടിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. മുകളിൽ ഞങ്ങൾ ഏത് നേരം തുടച്ചിടുന്നതാണ്. അത് പറഞ്ഞാൽ ഗസ്റ്റിന് ഈ ഫോറിനേഴ്സിനൊക്കെ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നല്ല നീറ്റിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ കാണുമ്പോൾ മാത്രം നമുക്കെല്ലാം ബുദ്ധിമുട്ടുകളാണ്. വെള്ളവും 3 നേരവും വെള്ളം അടിച്ച് കിട്ടിയാൽ ഈ പൊടിയുടെ ഇത് മാറിക്കിട്ടും. എല്ലാവർക്കും പറയാനുള്ളത് ഒരേ വിഷയങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഒരു കാഠിന്യത്തിലേക്കായി എത്തിയിരിക്കുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രദേശത്ത് റോഡ് നിർമ്മാണം ഇത്രമേൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമ്പോഴും അധികാരികൾ കാര്യമായ ശ്രദ്ധ അതിലേക്ക് കൊടുക്കുന്നില്ല എന്നതാണ് പരമമായ സത്യം. രണ്ട് വർഷത്തോളമായി ഫോർട്ട് കൊച്ചിയിലേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്തേക്കണം. ഞാൻ നേരത്തെ എടപ്പള്ളിയായിരുന്നു. ഓഫീസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് പുതിയ കസ്റ്റമേഴ്സിനെയും പുതിയ ട്രാവൽ ആൻഡ് ടൂറിസം പരിചയപ്പെടുത്താൻ വേണ്ടി ശരിക്കും വന്നത്. നമ്മുടെ പാക്കേജും മറ്റുമൊക്കെ എടുക്കാൻ വേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി എന്ന ഒരു വലിയ ഒരു 14, 12, 10-ാം നൂറ്റാണ്ട് മുതൽ പോകുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നിട്ട് ഈ 10-ാം നൂറ്റാണ്ടിൽ ആളുകൾ കാണാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് ഇത്രമാത്രം ഇഗ്നോറൻസ് ആയിട്ട് വരുമ്പോൾ ഞാനൊക്കെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒക്കെ ഒരു ഫാനാണ് ശരിക്കും. അദ്ദേഹത്തിനൊക്കെ ഈ വഴിക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഫോർട്ട് കൊച്ചിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇത്രമാത്രം മറ്റേ ഈ ഓട്ടോറിക്ഷ സ്ക്രാപ്പ് ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തട്ടും. മറ്റേ കേബിൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കേബിൾ പഴയ ഇരുമ്പ് വന്നാൽ ഈ റോട്ടിൽ കൊന്നു ഇടും. ഈ കാണുന്നതൊക്കെ മരത്തിൻ്റെ അവശിഷ്ടങ്ങളും വേസ്റ്റുകളാണ്. ഇതിൽ കൂടെയാണ് ഈ ഫോറിനേഴ്സ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിഞ്ഞാന്ന് എൻ്റെ ഒരു ഗസ്റ്റ് ഫ്രം അമേരിക്ക ന്യൂയോർക്കിൽ നിന്ന് വന്നേക്കാണ്.
ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഞാൻ അങ്ങനെ വിസിറ്റ് ഇരിക്കുന്ന സമയത്ത് അവർ പറയാണ്, എന്താ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ, അത് അൺക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നില്ല എന്ന് ചോദിക്കണേ. അപ്പം ഞാൻ പറഞ്ഞത്, സോറി മാഡം, ഇത് ഞങ്ങളുടെ ഗവൺമെൻറ് പുതിയ പരിഷ്കാരങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാണ്. കാരണം എന്താ, എൻ്റെ കസ്റ്റമർ നാളെ ഇനി വരാതിരിക്കാൻ പറ്റില്ല. അവർ എല്ലാ സ്ഥലത്തും മലേഷ്യയിലും അവിടെയൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഈ ഫോർട്ട് കൊച്ചി വാസ്കോ ഡി ഗാമയുടെയും ഫോർട്ട് കൊച്ചി ചരിത്രങ്ങളും ഒക്കെ ഈ സ്പൈസസ് ഹബ്ബൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ വൃത്തികേടും ഇങ്ങനെ മാത്രമല്ല, ഇവർ നിന്ന് ഫോട്ടോ എടുത്ത ഭാഗമാണെങ്കിൽ വൃത്തികേടായിട്ട് അവിടെ ആ ഫോർട്ട് കൊച്ചിയിലുള്ള വൃത്തികേടിൻ്റെ ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ സ്ഥലത്ത് ഇതൊക്കെ ലോകം മുഴുവൻ വ്യാപിക്കാണ്. എന്തൊരു കഷ്ടമാണ്, എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലത്തുള്ള ടൂറിസ്റ്റ് ആൾക്കാർക്ക് ഇത് വലിയൊരു നഷ്ടമാണായിട്ട് എനിക്ക് തോന്നുന്നത്. റോറോ സർവീസ് ബാർജ് വൈപ്പിലേക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലേക്ക് കയറി ഇപ്പോൾ വല്ലാർപുറത്ത് പോകേണ്ട ആളാണ് ഞാനിവിടെ നേരത്തെ ജോലി ചെയ്ത് എൻ്റെ PF ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിയാക്കാൻ വേണ്ടി ഇപ്പോൾ വല്ലാർപുറം പനമ്പാട് ഇപ്പോൾ ഞാനിപ്പോൾ പാലത്തിൻ്റെ തൊട്ട് ഇങ്ങോട്ട് കവർ ചെയ്ത് വന്നപ്പോൾ വണ്ടി വളിപ്പോയി. ഞാൻ നിർത്തി വീട് എന്നെ ഇവരെ ഹെൽപ്പ് ചെയ്താണ് ഒന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചത്. പുള്ളി വീണടക്കണ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിവിടെ താമസിക്കുന്ന നമ്മളെല്ലാം ഇവിടെ സ്വദേശികളാണ്. അപ്പോൾ 2 പേരുണ്ടായിരുന്നു. പുള്ളിക്ക് ബൈപ്പാസ് എന്തോ സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് പൊക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഓടി വന്നിട്ട് നിത്യ സംഭവമാണ്. ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. കൽവത്തി റോഡ് വലിയ രീതിയിൽ തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നടന്നു പോകുന്നവർ ഒപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഒരുപക്ഷെ അനുഭവിക്കുന്നത് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളായ സുഹൃത്തുക്കളായിരിക്കും. അവർക്ക് ഈ റോഡ് വഴി കടന്നു പോകുക എന്ന് പറയുന്നത് ഏതാണ്ടൊരു ഓഫ് റോഡ് റൈഡ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഗസ്റ്റിനോടൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന സ്ഥിതിയാണുള്ളത്. കാരണം അതേപോലെ കുഴിഞ്ഞ് പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നു. അവർ എവിടെന്നെങ്കിലും കല്ലും മണ്ണും എല്ലാം കൊണ്ടുവന്ന് സംഘടിപ്പിച്ചിട്ട് ഇത് പലപ്പോഴും അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ റോഡ് മൂടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇത് എത്ര കാലം ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് അവർ തന്നെ ചോദിക്കുന്നത്. എത്ര കാലം ഇത് നിങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു? 5-6 വർഷമായി ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവം തുടങ്ങിയിട്ട്. ഉള്ള പൊടി മുഴുവനാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഒന്നാമത് വണ്ടി ഞങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല. 4 വട്ടം ഇപ്പോൾ ഫ്രണ്ട് അയച്ച് പണിയുന്നത്. ഒരു ദിവസം ഫ്രണ്ട് അയച്ച് പണിയുന്ന 2000-3000 രൂപ നമുക്ക് പണി. ഇപ്പോൾ ഷോക്കപ്പത്തിലെല്ലാം പോയി ഈ റോഡിൽ കിടന്ന് ഓടിയിട്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഈ റോഡ് ടാറിങ് ചെയ്യണം. കട്ട വിരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. കട്ട ഉദ്ദേശിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. എന്തായാലും ടാറിങ് ചെയ്യാനേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പൊടികൾ, അതായത് ഈ ഡസ്റ്റ് തന്നെ എല്ലാവരും ശ്വസിച്ചിട്ട് പലർക്കും പല അസുഖങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പലർക്കും പല അസുഖങ്ങളും. ഇവിടെ ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഇരിക്കുന്നവർക്കും ഒരു ചായ പോലും കുടിക്കാൻ പറ്റുന്നില്ല. വളരെ പൊടിയാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ, എത്ര വർഷം, 2-3 വർഷത്തോളം ഇത് നിത്യമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടിയാണെങ്കിൽ ഓടിക്കാനും പറ്റുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടത്. വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത്. കാരണം നേരത്തെ ഇവിടെ വന്നപ്പോൾ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട്. സ്ഥിരമെന്ന് വെച്ചാൽ 4 വർഷം ഇപ്പോൾ ഒരുപാട് ചാനലറായി വന്നിട്ട് നമ്മൾ കോൺട്രാക്ടർക്കാരൻ കുറ്റം പറഞ്ഞില്ല. അവരൊക്കെ അവരുടെ ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി തീർത്തു കൊടുത്താൽ ഇവിടുത്തെ നാട്ടുകാർക്കും പിന്നെ ഓരോ വീട്ടിൽ ഓരോ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരേ പൊടിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ശ്വാസം മുട്ട് കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഏരിയയിൽ നടക്കുന്നുണ്ട്. അതൊന്നും സമൂഹം അറിയുന്നില്ല.
കോൺട്രാക്ടർമാരെ, കാരണം കോൺട്രാക്ടർമാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ഓരെടുക്കുന്ന വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി മറ്റുള്ള പണികൾ തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി തീർത്തിട്ടുണ്ടെങ്കിൽ ഇത് ഹോട്ടലാണ്. ഈ കടയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് പേര് വന്ന് ഭക്ഷണം കഴിക്കുന്ന മൂപ്പരെ കച്ചവടം വളരെ കുറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. വളരെ ഫേമസ് ആയ ഹോട്ടലാണ്, സാധാരണക്കാർക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലാണ്. ആ ഹോട്ടലിലെ കച്ചവടം കുറഞ്ഞു. അതേപോലെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. ഇവിടെയൊക്കെ ഗസ്റ്റുകൾ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തണം. അത്രേ ഉള്ളൂ നമ്മളെ ആഗ്രഹം. പിന്നെ വണ്ടി ഓടാൻ ബുദ്ധിമുട്ടാണ്, അറിയാലോ. കട്ടറുള്ള റോഡിൽ കൂടി വണ്ടി ഓടാൻ ബുദ്ധിമുട്ടാണ്. നമ്മളത് പിന്നെ സഹിച്ചുകൊണ്ട് വണ്ടി ഓടുന്നുണ്ട്. അതൊന്നും നമുക്ക് ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നില്ല. എത്രയും പെട്ടെന്ന് എടുത്തേക്കണം കോൺട്രാക്ട്, ഏത് കോൺട്രാക്ടറാണ് എടുത്തേക്കണത് അദ്ദേഹത്തിനോട് ഓർമ്മപ്പെടുത്തുന്നു എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ. സിൻജോ ജോൺസൺ, RS കാശിനാഥൻ, അമീം അക്ബർ അലി. വലിയ രീതിയിൽ ഈ റോഡ് തകർന്നിട്ടുണ്ട്. ഇത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. ടൂറിസം വകുപ്പെല്ലാം വലിയ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ പലയിടത്തും പല ഭാഗങ്ങളിലും തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഇവിടെയൊക്കെ കാര്യമായ ദൃഷ്ടി പതിഞ്ഞിട്ടില്ല എന്നാണ്. നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഹോട്ടൽ ടിപ്പു സുൽത്താൻ, ഇത് ഇവിടുത്തെ ഒരു വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. അവരുടെ രുചിയും അത്രയ്ക്ക് ഫേമസ് ആണ്. ഇതിൽ ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഹോട്ടലുള്ളത്. ഇവരുടെ കച്ചവടത്തെയും എല്ലാം തന്നെയും ബാധിക്കുന്നു എന്നാണ് നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞത്. ഇവിടേക്ക് എത്തുന്നവരുടെ ഒരു എണ്ണം ഈ പൊടിയിലെല്ലാം തന്നെ ഇരുന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. നല്ല ബിരിയാണിയും ഇറച്ചിച്ചോറും എല്ലാം തന്നെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോൾ അത് ചോദിക്കാം, എങ്ങനെയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കച്ചവടമൊക്കെ കുറവാണ് പൊതുവെ. ഇവിടെ ഒരുപാട് പ്രാവശ്യം ഇവിടെ തുടക്കലും അടിക്കലും ക്ലീൻ ചെയ്യലൊക്കെയാണ് ഇവിടെ പണി. വളരെ മോശമാണ് ഇവിടുത്തെ കച്ചവടത്തിൻ്റെ അവസ്ഥ. പൊടിയൊക്കെ കാരണം ആളുകൾ നേരം വരാറില്ല. പിന്നെ വളരെ കുറഞ്ഞ ഈ കമ്പനി പണിക്കാർ മാത്രമേ ഇവിടെ അടുത്തതിൻ്റെ പേരിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുള്ളൂ. വലിയ രീതിയിലെ തിരക്കെല്ലാം തന്നെ അനുഭവപ്പെടുന്നു. ജില്ലമാരിലെല്ലാം തന്നെ വിഭവങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നു. കാരണം ഈ സമയത്തെല്ലാം നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിൽ വലിയ രീതിയിൽ ഇപ്പോൾ അതിനെ ബാധിച്ചിരിക്കുന്നു. ഈ പൊടിപടലങ്ങളെല്ലാം തന്നെയും കടയിലേക്ക് വരുന്നവർ, ആഹാരം കഴിക്കാനെത്തുന്നവർ, ഇവരുടെ എണ്ണത്തിലെല്ലാം നല്ല രീതിയിലേക്ക് ആളുകൾ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഈ റോഡെല്ലാം ഇത് രീതിയിലേക്ക് പൊങ്ങിയതോടെ തീർത്തും ഹോട്ടൽ പോലും നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കെല്ലാം ഇത് മാറുന്നു. ജനങ്ങളെ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലാക്കുന്ന ഇപ്പോൾ കൽവത്തി റോഡിലെ നിർമ്മാണങ്ങൾ മാറിയിട്ടുണ്ട്. രണ്ടര വർഷമായി റോഡ് ഈ സ്ഥിതിയിൽ കിടക്കുന്നത്. പൊടി ഇതുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പോലും ഒരു സാധനം മിഠായി പോലും വെക്കാൻ പറ്റുന്നില്ല. അതുപോട്ടെ ഞങ്ങൾ രോഗികളായി. മൂക്കിൻ്റെ അകത്ത് പൊടി കയറിയിട്ട് മൂക്കിലിപ്പോൾ ഋഷി ഡോക്ടറെ കാണിച്ച് ഇന്ന് പോലും ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഈ പണി തീർക്കണം. ഷെറഫിനോട് വിളിച്ച് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ ഇച്ചിരി വെള്ളമടിക്കാൻ തുടങ്ങിയത്. നേരെ ഇച്ചിരിച്ച് വെള്ളമടിക്കൽ ഇപ്പം തുടങ്ങി. അത് നല്ലോണം നനയില്ല. അങ്ങനത്തെ ഒക്കെ കഷ്ടാലും നമ്മൾക്ക് ജീവിക്കണം. അതുകൊണ്ട് ഈ സ്ഥിതിയിൽ പോകുമ്പോൾ അതിനെക്കാട്ടി വലിയ പൊടിയാണ് പറഞ്ഞത്. അപ്പോൾ പൊടി ഒന്ന് കുറയാൻ പെട്ടെന്ന് ഇതിൻ്റെ പണി തീർക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ദയവായിട്ടൊന്ന് ചെയ്ത് സഹിക്കണുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കണുണ്ട്. മൂക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൊടി കയറിയിട്ട് എന്തോരം രൂപയാണെന്ന് ചിലവാക്കണം. പിന്നെ അത് തന്നെ അസുഖം. പിന്നെ ഈ കടകളിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാം. അവരാണെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് അവരെ തുണിയിലേക്കൊക്കെ പാറിയിട്ട് അവരെ കച്ചവടം മോശമായി.
ഒരുപാട് തുണികളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്. അവർ ഇന്ത്യക്കാരാണ്. പാലത്തിൻ്റെ പണി കൊടുക്കുക 6 മാസം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പാലത്തിൻ്റെ പണി കൊടുക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ 5 മാസമായിട്ട് ഞാൻ ആയുർവേദിക്ക് മരുന്നും ശ്വാസം മുട്ടും ശോഭയും കൂടി തിന്നിട്ട് കച്ചവടമില്ല. എൻ്റെ കടന് മുമ്പിൽ ഇപ്പം നിൽക്ക് വന്നാൽ കാണാൻ പൊളിച്ചിട്ടിട്ട് ഏകദേശം 3 മാസമായി. ഞാൻ ഇതുവരെയായിട്ട് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ ആർക്കും വേണം. എന്തുകൊണ്ടിട്ടാണ് ഇത് ചെയ്യാത്തത്? തൊട്ട് കിടക്കുന്ന ഒരു നേവിയുടെ 4 കപ്പൽ, അത് 4 ഷിപ്പ് പിടിക്കാനുള്ള കപ്പലും 5 നില ബിൽഡിംഗ് 1.5 വർഷം കൊണ്ട് തീർത്തി. ഒരു പാലം 2.5 വർഷമായിട്ട് തീർക്കാൻ സാധിച്ചില്ല. എന്താണെന്ന് ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. രോഗികളെ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ബിസിനസ് കംപ്ലീറ്റ് കൊച്ചിയുടെ ഹൃദയഭാഗം, ടൂറിസ്റ്റിൻ്റെ ഹൃദയഭാഗമാണ് എല്ലാവരും പറയുന്നത്. ഇത്രയും പഴക്കമുള്ള ബ്രിട്ടീഷുകാരൻ്റെ ബ്രിട്ടീഷ് കൊച്ചി എന്ന് പറയുന്നത് അതിഥിയിലാണ് ഞങ്ങളിപ്പോൾ കിടക്കുന്നത്. എന്താണ് ചെയ്യാത്തതെന്നല്ല. അപ്പോൾ അധികാരികൾ പെട്ടെന്ന് തീർക്കുക. അതുകൂടാണ്ട് തന്നെ അതിൻ്റെ തൊട്ട് തന്നെ ഇലക്ട്രിസിറ്റി അധികാരികളോടാണ് ഈ പറയുന്നത്, ശ്രദ്ധിക്കൊണ്ടിട്ട് അതിൻ്റെ കേബിൾ ഇട്ടിട്ട് ആ കേബിൾ നിങ്ങൾക്ക് നേരെ കാണുന്ന പോസ്റ്റിൻ്റെ ഇടയിൽ കൊണ്ട് ചാരി വെച്ചിരിക്കുന്നത് കാണാം. അത് ഏത് ടീമിന് ഇടിഞ്ഞ് വീണത് വലിയതായിട്ടൊരു അപകടം സംഭവിക്കും. അതുകൊണ്ട് അധികാരികളെ പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇടപെട്ട് പെട്ടെന്ന് പാലത്തിൻ്റെ പണി തീർക്കണം എന്ന് അപേക്ഷിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി തുടരുന്ന ഒരു റോഡ് നിർമ്മാണം, അത് എങ്ങുമെത്താതെ ഇപ്പോഴും പോകുന്നതിനെ ചൊല്ലിയാണ് വീണ്ടും മാധ്യമങ്ങളുടെ അടക്കം വലിയ ഇടപെടലുണ്ടാവുന്നത്. നമ്മൾ ഈ പരിപാടിയുമായി ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. വലിയ പ്രതിഷേധം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉയരുന്നു. ഇത്തരം റോഡ് പണികൾക്കോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കുറച്ചു കാലമെങ്കിലും ക്ഷമിക്കുന്നതിന് ആർക്കും തന്നെ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് എന്ന് തീരുമെന്നറിയാതെ ഇങ്ങനെ തുടരുന്നതിലാണ് എല്ലാവരും പ്രതിഷേധമുള്ളത്. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് അത്തരം കാര്യങ്ങൾ അടിയന്തര ഇടപെടൽ നടത്തണം. ഏതാണ്ട് 4 വർഷത്തോളമാകുന്നു ഈ റോഡ് ഇതേപടി തന്നെ തുടരാൻ. നമുക്കൊപ്പം കൊച്ചിയിലെ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ നിയാസ് കൂടി ചേരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ, ശോചനീയാവസ്ഥ, അത് പുറം മാധ്യമങ്ങളിലും അല്ലാതെയും എല്ലാം തന്നെ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് അവരോടെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ നിയാസ് പറയുന്നു. എന്താണ് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇതിങ്ങനെ തുടരാൻ? ഈ നിസ്സംഗത എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ കൽവത്തി റോഡാണ്. ശരിക്കും നമ്മൾ ഈ 2.5 വർഷമായിട്ട് നല്ല രീതിയിൽ ഇവരെ അറിയിക്കുന്നുണ്ട്. ഏറ്റവും മാന്യമായ രീതിയിൽ ഒരു ഉപരോധമോ ഇതൊന്നും ഇല്ലാതെ എഴുതി അറിയിക്കുകയാണ് ചെയ്തത്. നമ്മൾ ജില്ലാ കളക്ടറിനെ, അതുപോലെ തന്നെ CSMLൻ്റെ MDയെയും CSMLൻ്റെ ജനറൽ മാനേജർ രാജിയെയും പല കുറി അവിടുത്തെ ഓഫീസിൽ 9 തവണ ഞാൻ പോയിട്ടുണ്ട് ഓഫീസിൽ കാണാനായിട്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ടില്ല. അതുകൂടാതെ പല കുറി അവരെ ഇമെയിൽ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അതിന് മറുപടി തന്നിട്ടില്ല. ജില്ലാ കളക്ടർ അടക്കം. ജില്ലാ കളക്ടറോട് എനിക്കൊരു പറയാനുള്ളത്, സാറിന് ഒരു ദിവസം ഇവിടെ ഈ കൽവത്തി റോഡിൽ ഒരു ഏറ്റവും നല്ല രീതിയിൽ ഒരു ദിവസം ഒരു ഓഫീസ് സെറ്റ് ചെയ്ത് തരാം. സാറിന് ഇവിടെ വന്നിരിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ചിലവും ഞാൻ വഹിച്ചോളാം. സാറിന് ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇമെയിൽ ചെയ്തിട്ട് അറിയിച്ചിട്ട് സാർ അറിയുന്നില്ല, അതിനൊരു മറുപടിയില്ല. എൻ്റെ കുട്ടി ഹോസ്പിറ്റലായിരുന്നു, ഈ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം ഈ ബാലാവകാശ കമ്മീഷനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ജില്ലാ കളക്ടർക്കും CSMLൻ്റെ MDക്കും CSMLൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് അയച്ചേക്കുന്നത്. നാളിതുവരെയായിട്ട് ഒരു റെസ്പോണ്ട് ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നത്തേക്ക് 3 ആഴ്ച കഴിഞ്ഞു. അതേസമയം സബ് കളക്ടറിൻ്റെ അടുത്ത് നേരെ ഓഫീസിൻ്റെ അടുത്ത് പോയി മാഡത്തിൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറയുകയും ഇവിടെ അവർ വന്ന് അന്വേഷിച്ച് ഇത് കണ്ടെത്തുകയും ചെയ്തു. അപകടകരമായ അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡുള്ളതെന്ന്. പൊടിപടലം കൊണ്ടിട്ട് ആകെ മൂടിക്കെട്ടിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ അവർ മറുപടി നൽകുകയും ഇതുവരെയായിട്ടും ഒരു നടപടിയുമില്ല. ഞാൻ പരാതി കൊടുത്ത അന്ന് വലിയൊരു ടാങ്കറിൽ ഒരു 2000 ലിറ്ററിൻ്റെ ടാങ്കറിൽ 2 ദിവസം അടുപ്പിച്ച് ഇവിടെ നനയ്ക്കുകയുണ്ടായി. ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ CSML പ്രൊജക്റ്റ് നടന്നോട്ടെ, ഞങ്ങൾ അതിൻ്റെ അകത്തൊരു എതിരല്ല. പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ജനങ്ങൾക്ക് വളരെ ദോഷകരമായ രീതിയിലാണ് ഇവർ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് തന്നെ സ്ലാബ് ഇട്ടിരിക്കുന്നത് യാതൊരുവിധ അപകടകരമായിട്ടുള്ള ഒരു സൂചനയും കൊടുക്കാതെയാണ്
അവരിവിടെ ഈ സ്ലാബുകളൊക്കെ റോഡിന് നടുക്കൊണ്ട് നിന്നിട്ടിരിക്കുന്നത്. ഇത് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിക്കാർ മാത്രമല്ല, ലോകത്തിൻ്റെ പല ദിശയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇവിടെ. അവർക്ക് ആർക്കും അറിയില്ല. അവരൊക്കെ കാണുന്ന മുമ്പ് കണ്ടിരിക്കുന്നതും മാപ്പിൽ കൊടുത്തിരിക്കുന്നതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അവർ വണ്ടി ഓടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ബാംഗ്ലൂരിലുള്ളവർ പോലും നല്ല അവരുടെ ആ റോഡിൻ്റെ രീതിയിലാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അവർ ഇവിടെ വന്നാൽ ഇവർ രാത്രി ഒരു റിഫ്ലക്ടറോ വേണ്ടുന്ന രീതിയിൽ വെളിച്ചം പോലും ഇല്ല ഈ റോഡിൽ. ഇവിടെ ഉള്ള നിലവിലുള്ള വിളക്ക് തൂണുകളൊക്കെ ഒരുമാതിരിപ്പെട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഈ നമ്മുടെ നടപ്പാതയിലാണ് ഊരിയിരിക്കുന്ന ഒരു വിളക്കും തൂണ് അവിടെ വെച്ചിരിക്കുന്നത്. ഒരു ഫോറിനറിൻ്റെ കാലടിച്ചുകൊണ്ട് കീറി 8 സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. അയാൾ എന്നിട്ട് അത് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു, ഇതൊന്ന് മാറ്റാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്തുകൂടെയെന്ന്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ആരാണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എഴുതി അറിയിച്ചിട്ട് പോലും ആരും നടപടി സ്വീകരിക്കുന്നില്ല. പിന്നെ ഇത് എവിടേക്കാണ് നമ്മുടെ കൊച്ചിയെ കൊണ്ടുപോകുന്നത്? 2019 നാഷണൽ ജിയോഗ്രഫിക്കലിൻ്റെ മസ്റ്റായിട്ട് 10 കാണേണ്ട 10 സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഫോർട്ട് കൊച്ചി. ഇന്ന് 2023 കഴിഞ്ഞ് 24 വെച്ചിട്ടുള്ളൂ. എവിടെയാണ് ഫോർട്ട് കൊച്ചി ഉള്ളത്? ഫോർട്ട് കൊച്ചി ഒരു ഡോട്ട് പോലും ഇല്ല. ടൂറിസം ഭൂപടത്തിൽ ഫോർട്ട് കൊച്ചിക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും കൊച്ചി എവിടേക്കും സഞ്ചരിക്കുന്നില്ല എന്നതാണ് പരമമായ സത്യം. വലിയ രീതിയിലുള്ള ഇടപെടൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഈ രീതിയിൽ അവഗണിക്കപ്പെട്ടു പോയ ഒരിടമാകരുത് ഒരിക്കലും ഫോർട്ട് കൊച്ചി. നിരവധിയായ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളടക്കം ഇവിടേക്ക് വരുന്ന ഒരിടമാണ്. ഇവിടങ്ങളിലെല്ലാം അവർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു റോഡ് പണിയാൻ ഇത്രത്തോളം കാലം, ഏതാണ്ട് 3 വർഷത്തിലധികം ഒരു റോഡ് പണി ഇങ്ങനെ നീണ്ടുപോകുന്നു. അത് ഈ രീതിയിൽ ഒരിക്കലും തുടരേണ്ടതുമല്ല. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി ഞാൻ ഇവിടെ ചോദിക്കാം. വീണ്ടും കാണാം. നമസ്കാരം.